ഹലോ ഗൈസ്, അപ്പോൾ തമ്മനയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. അതിന് മുന്നേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ തന്നെ അളവെടുത്ത് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അളവെടുക്കുന്ന വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം കഴുത്തിൻ്റെ അടുത്ത് ചെറിയൊരു മോഡൽ, വലിയ ഇതിലൊന്നും ചെറിയൊരു മോഡലാക്കാൻ വേണ്ടിയിട്ട് കഴുത്തിൻ്റെ അത് കുറച്ചും കൂടെ അടിയെ മുറിച്ചെടുത്തിട്ട് ഒരു പീസും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ അളവെടുത്തിട്ട് ഇതേ കൈ മുറിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം പഫ് സ്ലീവാണ് വിചാരിച്ചത്, പക്ഷേ പഫ് സ്ലീവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ ആയി മാറും. നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞാനൊരു എന്താ പറയുക മികച്ച ടൈലറൊന്നുമല്ല. ഞാൻ എൻ്റേത് മാത്രം തട്ടിക്കൂട്ടുന്ന ഒരു തട്ടിക്കൂട്ട് ടൈലറാണ് കേട്ടോ. അപ്പോൾ ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൈയിൻ്റെ കുറച്ച് ഷേപ്പിന് വേണ്ടിയിട്ട് ഇതെൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ എല്ലാ ചുരിദാറുകളിലും മാക്സികളിലൊക്കെ അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ഷേപ്പ് കിട്ടും, അതിന് വേണ്ടി മാത്രം. അപ്പോൾ നമ്മളിത് മെഷീൻ്റെ മുകളിൽ കയറി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുമ്പിലത്തെ കഴുത്ത് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കഷ്ണം കുറച്ചും കൂടെ കുയ്യാൻ ഇങ്ങനെ നമ്മുടെ റൗണ്ട് കഴുത്താണ്, സാധാരണ റൗണ്ട് കഴുത്താണ്. അത് കുറച്ചും കൂടി ഇങ്ങനെ കുയ്യാനും മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. മുമ്പിലേക്കും ബാക്കിലേക്കും രണ്ട് സൈഡിലും ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസ് ഞാൻ യോജിപ്പിച്ചെടുക്കുകയാണ്. രണ്ട് ക്രോസ് കട്ടാക്കി മുറിച്ച പീസ് അത് ഒരുമിച്ച് അടിച്ചിട്ട് എടുക്കുകയാണ്. നീളത്തിൽ വേണമല്ലോ റൗണ്ട് ഇങ്ങനെ കൊടുക്കാൻ. അപ്പോൾ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പം ഇത് കണ്ടിട്ട് എന്താ പറയുക, നമ്മുടെ അറിയാത്തവർക്ക് വേണമെങ്കിൽ, എന്നെപ്പോലത്തെ താൽക്കാലിക തട്ടിക്കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനുവേണ്ടി മാത്രം ഇട്ടുവെന്നേ ഉള്ളൂ. അല്ലാണ്ട് വലിയ വലിയ ടൈലേഴ്സ് ഇത് കണ്ട് എന്നെ ദയവ് ചെയ്ത് ആട്ടിത്തുപ്പരുത് ഗൈസ്, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രോസ് പീസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ബാക്കിലത്തെ കഴുത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാനിപ്പം ബാക്കിലത്തെയാണ് കേട്ടോ ഫസ്റ്റ് അടിക്കുക. ഫ്രണ്ടിൽ ഞാൻ അടിക്കാറില്ല. ഫ്രണ്ട് എനിക്കെന്തോ കുറച്ച് പേടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പതുക്കെ അടിക്കുകയുള്ളൂ. ആദ്യം ഞാനിത് ബാക്കാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് വെച്ച് അടിക്കുമ്പോൾ കുറേ നാളിന് ശേഷമാണ് ഒന്നടിക്കുന്നത്. നമ്മളിപ്പോൾ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പറയുന്നില്ലേ എന്താ പറയുക, നിത്യാഭ്യാസി ആനയെ പൊന്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്, പൊക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നിത്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും ഇതിൽ എക്സ്പേർട്ട് ആയേനെ. പക്ഷേ ഞാനിത് കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ മറന്നു കേട്ടോ. കുറച്ചും കൂടെ വിട്ടിട്ടായിരുന്നു അടിക്കേണ്ടിയിരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് കൊടുക്കാനുണ്ട് നമ്മുടെ കഴുത്തിന് ചുറ്റുമായിട്ട് കട്ട്. അതായത് നമ്മുടെ എന്താ പറയുക, ആ റൗണ്ട് ഇങ്ങനെ അടിച്ച് നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാനും ഇങ്ങനെ പൊന്തി നിൽക്കാണ്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു കട്ട് കൊടുക്കും, പീസ് കുറച്ച് വിട്ടിട്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കുറച്ച് അടുത്ത് തന്നെയായിപ്പോയി ചെയ്തത്. അപ്പം അത് എന്നോടൊന്ന് ക്ഷമിക്കൂ ഗൈസ്. ആരെങ്കിലും ഇത് കണ്ട് അനുകരിക്കുന്നുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു മികച്ച ടൈലറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് മുറിക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് വിട്ട് ഞാനിതേ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ മോശമടിയൊന്നുമല്ല എൻ്റേത് എന്നാണ് ഇട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. തട്ടിക്കൂട്ടാണെങ്കിലും ഇട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ടൈലറിങ്ങിൽ കുറേ എന്താ പറയുക, കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ആൻറ്റി ഒരു അടിപൊളി ടൈലറാണ്. എൻ്റെ എല്ലാ ഡ്രസ്സും ആൻറ്റിയാണ് തയ്ച്ച് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ പയ്യന്നൂർ വന്നതിന് ശേഷം നമുക്ക് എന്താ പറയുക, അടിച്ചു തരാൻ ആൾക്കാർ കുറഞ്ഞു. അടിച്ചുകൊണ്ടിരുന്ന ആൻറ്റി നല്ല അടിപൊളിയായിട്ട് അടിക്കുമായിരുന്നു. നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ആൻറ്റിക്ക് നടുവേനയായി അടിവ് നിർത്തിയപ്പോൾ നമുക്ക് എന്താ പറയുക, അടിച്ചു തരാൻ ആളില്ല. അങ്ങനെയാണ് ഞാൻ ടൈലറിങ് പഠിക്കാൻ പോകുന്നത്. 2 മാസത്തെ കോഴ്സിന് പോയതാണെങ്കിൽ 2 മാസം കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റിയില്ല. ഞാൻ 3-4 മാസം എടുത്താണ് തീർത്തത്. കാരണം കുഞ്ഞൻ ചെറുതായിരിക്കുമ്പോൾ, അതായത് വളരെ ചെറുതായിരിക്കുമ്പോഴാണ് ഞാൻ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക 3-4 മാസം എടുത്തിട്ടാണ് ഞാനത് തീർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ടായ ഇവിടുത്തെ പയ്യന്നൂരത്തെ ആൻറ്റിക്ക് ഞാൻ പറഞ്ഞല്ലോ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ എൻ്റെ സ്വന്തം ആൻറ്റി, എൻ്റെ അമ്മയുടെ സ്വന്തം അനിയത്തിയും നല്ല വൃത്തിയിലടിക്കും. കല്യാണത്തിന് മുന്നേയൊക്കെ, കല്യാണത്തിന് ശേഷം കുറേ നാൾ ആൻറ്റി തന്നെയാണ് എനിക്ക് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, ഇവിടുന്ന് അവിടെ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പഠിക്കാം. എങ്കിൽ എൻ്റെതെല്ലാം തട്ടിക്കൂട്ട് പരിപാടികളിലൂടെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കാര്യമായിട്ട് എന്താ പറയുക, ബ്ലൗസും ചുരിദാറും ഞാൻ കാര്യമായിട്ട് പഠിച്ചത്. പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കി അത്യാവശ്യം എൻ്റെ എല്ലാ സംഭവങ്ങളും ഏകദേശം ഞാൻ ശരിയാക്കി എടുക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഇത് അടിച്ചതിന് ശേഷവും എനിക്ക് തോന്നിയത് വലിയ മോശമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ അറ്റത്തോട്ട് ഒരു അടി കൊടുത്തു. അതിന് ശേഷം നമ്മൾ
തുണി ഇങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരടിവും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ പുറത്തേക്കൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മളത് പതിച്ച് കിട്ടാനായിട്ട് ഒരടിവും കൂടെ അതിന് കൊടുക്കുകയാണ്. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം അത് വിട്ടുപോയി ഗൈസ്. അപ്പോൾ അതായത് ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെയല്ല അതങ്ങനെയാണ് എന്നൊക്കെ. ഇതിപ്പോൾ എൻ്റെ ആൻറ്റി ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ എന്തായാലും കലമ്പും. അത് മാത്രമല്ല ഞാൻ ഏതെങ്കിലും ചുരിദാറിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആൻറ്റി ഇങ്ങനെ പറയും അതങ്ങനെ ആയിരുന്നില്ല ഇതിങ്ങനെ ആയിരുന്നു എന്ന്. അത് ടൈലർമാരാകുമ്പം അവർക്ക് അവരുടേതായ കാര്യങ്ങളും റൂൾസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതവർ നേർക്ക് പറഞ്ഞുതരും. പക്ഷെ ഞാനത് എന്താ പറയുക കേൾക്കും, ശ്രമിക്കാറുണ്ട് നേരെ ആക്കാൻ, പക്ഷെ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിത് എക്സ്ട്രാ മുറിച്ച് വെച്ച ആ പീസ് എടുത്തിട്ടുണ്ട്. കഴുത്തിന് ചെറിയൊരു മോഡൽ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒന്നും കൂടെ കഴുത്ത് മുറിച്ചതിൻ്റെ നേരെ തന്നെ ഒന്നും കൂടെ കുഴിയായിട്ട് മുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതേ 2 പീസായിട്ട് ഞാനിതാ മുറിച്ചെടുത്തിട്ട് അതും കൂടെ അതിന് വെച്ചടിക്കുകയാണ്. അതിന് വേറൊരു തുണി വെച്ചടിച്ച് കവർ ചെയ്ത് മറിക്കുകയൊക്കെ വേണം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ അങ്ങനെ ഒരു അടിവ് മാത്രം കൊടുത്തു ഗൈസ്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ അടിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ തുണി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അടിച്ച് നോക്കാം, എന്തായാലും അടിക്കണമല്ലോ, പുറത്ത് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുകയും ചെയ്യും നീ പഠിച്ചതല്ലേ, നീ അടിക്കലുണ്ടല്ലോ എന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മൾ തന്നെ അടിച്ചാൽ ആ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ അടിച്ചിട്ട് ഇടാൻ തുടങ്ങിയത് കേട്ടോ. വീഡിയോ ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്, സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റിൽ പോകുന്നത്. നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നവർ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ പീസ് വെച്ചൊന്ന് അടിച്ചു, ഏകദേശം എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ലേഗ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയത്. ചിലവർക്ക് ക്ഷമയുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരുപാട് ലേഗ് അടിപ്പിക്കണ്ട, ഈ എന്ത് തേങ്ങയാണ് ഇതെന്നൊന്നും വിചാരിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയത് കേട്ടോ. അപ്പോൾ അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കുക ഗൈസ്. മനസ്സിലാക്കേണ്ട ഒരു സ്പീഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കഴുത്തിൻ്റെ വശം ഒന്ന് മടക്കി അടിക്കുകയാണ്. അതിൻ്റെ നേരെ വരുന്ന ഒരു പീസ്, ക്രോസ് പീസ് വെച്ചിട്ട് വീണ്ടും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ മറിച്ചടിക്കാൻ പോവുകയാണ്. ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ മറിച്ച്, നമ്മൾ പറഞ്ഞല്ലോ ബാക്കിലും മുമ്പിലും തിരിച്ചടിക്കാനുള്ള ഉദ്ദേശമാണ് ഉള്ളത് എന്ന്. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് തിരിച്ചടിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് വീണ്ടും നമ്മൾ ഫ്രണ്ടിലത്തെ കഴുത്തിന് വേണ്ടിയിട്ട് കൂട്ടിയെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് പഠിച്ചതിനെ കൊണ്ട് ഒരുപാട് കാര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പം കുറേ നാളായിട്ട്, അതായത് കൊറോണ വന്ന് പോയതിന് ശേഷം എൻ്റെ എല്ലാ തുണികളും ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. ആ ഒരു ടൈമിന് തന്നെയാണ് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ടോപ്പ് എടുത്താൽ തന്നെ നമുക്കിപ്പം അതിന് ഭയങ്കര എന്താ പറയുക ഷേപ്പ് ആക്കണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ അങ്ങനെ അടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ടൈലർമാരില്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പം എന്താ പറയുക, മെഷീൻ വേണമെന്ന് എനിക്ക് പണ്ടേ അടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കേസാണ്. പക്ഷേ എന്താ പറയുക, വീട്ടിൽ പഠിക്കണം, ജോലി വാങ്ങണം, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണല്ലോ. അപ്പോൾ നമ്മൾ ടൈലറിങ്ങിനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ, അതായത് 2 മാസം വെക്കേഷൻ്റെ ടൈമിനൊക്കെ പോയി പഠിച്ചവരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിക്കുന്നവർ. പക്ഷേ നമുക്ക് അതിനൊന്നും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തയ്യൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെല്ലാവരും ടൈലർമാരായതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് ആർക്കും ഇഷ്ടമല്ല. ആൻറ്റി പ്രത്യേകിച്ച് എതിർക്കും അത് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതായത് നല്ലൊരു നാൾ വരുമ്പം ആൻറ്റി മെഷീൻ്റെ മുകളിലായിരിക്കും, ബാക്കി എല്ലാവരും എല്ലാ തരത്തിലുള്ള എൻജോയ്മെൻറ്റും ചെയ്യുമ്പോൾ ആൻറ്റി എന്തായാലും എന്തായിരിക്കും, ഈ മെഷീൻ്റെ മുകളിലായിരിക്കും. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാവരെയും ഡ്രസ്സും കൊണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഡ്രസ്സ് അവർക്ക് കറക്റ്റ് ഡെയിലി നല്ല വൃത്തിയിൽ സന്തോഷത്തിൽ ഇടണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആൻറ്റി മെഷീൻ്റെ മുകളിൽ തന്നെയായിരിക്കും. അപ്പം ഞാൻ ഒരുപാട് തവണ കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആൻറ്റീൻ്റെ മുന്നിൽ പറയില്ല. അപ്പോൾ ആൻറ്റിക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അടിവിലേക്ക് വരാം. നമ്മൾ ക്രോസ് പീസ് നമ്മൾ വെച്ചടിച്ചതിന് ശേഷം ഇതേ പതിച്ചടിക്കാൻ വേണ്ടി ഒരു അടിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ടൈലർമാരുടെ ഒരു വിഷമമാണ് കേട്ടോ. ഇത് ഭൂരിഭാഗം ടൈലർമാരുടെ അവസ്ഥയായിരിക്കും. അവരിട്ടില്ലെങ്കിലും കൊണ്ടുവന്ന് ആ നല്ലൊരു നാളിലേക്ക് വേണ്ടി, അത് വിഷു, ഓണം, അങ്ങനെ കല്യാണം, അങ്ങനെ സെലിബ്രേഷന് വേണ്ടി തന്നവരുടെ സാധനം അവർ കറക്റ്റായിട്ട് ആ ടൈമിൽ കൊടുക്കാനായിട്ട് അവർ എത്ര നട്ടപ്പാതിര വരെ ഇരുന്നിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ആ വിശേഷ ദിനത്തിൻ്റെ അന്ന് രാവിലെ പൊലച്ചൊക്കെ എണീച്ചിട്ട് അടിച്ചിട്ടായാലും അവർക്ക് കൊടുത്തിരിക്കും പെർഫെക്റ്റായിട്ട്. അതിന് അവർക്ക് എന്താ പറയുക, ഒരു വലിയ എന്താ പറയുക സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. കാരണം അവരുടെ ഒരു സാക്രിഫൈസിങ് മൈൻഡ്, അത് ഒരു വല്ലാത്ത മൈൻഡാണ് കേട്ടോ.
അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മറ്റേ ഉള്ളിൽ കയറ്റിയിട്ടുള്ള സംഭവം പരിപാടികളൊന്നുമില്ല. നോർമൽ പക്ക നോർമലായിട്ടാണ് അടിക്കുന്നത്. 2 ഷോൾഡറും വെക്കുന്നു, അപ്പുറം ഇപ്പുറം കൂട്ടുന്നു, അത്ര പരിപാടിയില്ല. അതിൽ നമ്മൾ തീർക്കുന്നു. എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് അടിച്ച് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാനിപ്പോൾ കുറേ തവണ അടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, അടിവിന് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മെഷീൻ മോട്ടറല്ല, ഞാൻ കാൽ വെച്ചിട്ട് നമ്മളെ ആ മറ്റേ ചവിട്ടുന്ന സാധനമില്ല, അത് അങ്ങനെയാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ഷോൾഡറും ഞാൻ ഷോൾഡർ കൂട്ടി. എനിക്ക് പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴുത്തടിച്ച് ഷോൾഡർ കൂട്ടിയാൽ എനിക്ക് ഇട്ട് നോക്കണം. പിന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഞാൻ ഇട്ട് നോക്കിയ ഷേപ്പ് നമ്മളിപ്പോൾ ഷേപ്പ് കൂട്ടുമല്ലോ 2 സൈഡിൽ മെഷീൻ്റെ സ്ലിറ്റ് കൂട്ടുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടി പോയിട്ട് അടിക്കും. ഒന്നും കൂടെ നോക്കി ഇട്ട് നോക്കും, എന്നിട്ട് ഷേപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഷേപ്പൊക്കെ കറക്റ്റായിരിക്കും, കാരണം അളവ് എടുത്തിട്ട് മെഷർമെൻറ്റ് ചെയ്തിട്ട് ഞാൻ ഇടുന്നത് കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടാറ്. പക്ഷേ എന്നാലും എനിക്കത് ഇട്ട് നോക്കിയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാനിപ്പോൾ 2-3 അമ്മമാർക്ക്, എൻ്റെ ഇവിടുത്തെ അമ്മക്കും അവിടുത്തെ അമ്മക്കും ഒക്കെ ആയിട്ട് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടേതും ഞാൻ ഏകദേശം മുകളിലൊന്ന് വെച്ച് നോക്കും, ജസ്റ്റായിട്ട് ഒന്ന് ഇട്ട് നോക്കും. അത് എനിക്കൊരു ശീലമാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കയ്യിൻ്റെ സൈഡ് അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പഫ് സ്ലീവ് ആണെന്ന് വിചാരിച്ചത്, ഒരു നമ്മളെ ഫ്രോക്ക് നൈറ്റി പോലെ ഒരു സംഭവമാണ് ഞാൻ അടിക്കുന്നത്. പക്ഷേ കുറച്ച് നീളത്തിൽ, നൈറ്റീൻ്റെ അത്രയല്ല, കുറച്ച് മുട്ടിന് താഴെയായിട്ട് ഉള്ള രീതിയിൽ, കാരണം വീട്ടിലിടേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് താഴ്ത്തിയിട്ട് തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചാൽ ഞാൻ തുണി ഉണ്ടായിരുന്നു കേട്ടോ, തുണി എക്സ്ട്രാ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു കുഞ്ഞു മനുഷ്യനായതുകൊണ്ട് തന്നെ എനിക്ക് തുണികൾ മുറിച്ചാൽ ബാക്കി അധികം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അധികം നീളം വേണ്ടല്ലോ, തടി കുറച്ചുണ്ട്, പക്ഷേ നീളം ഇല്ലാത്തതുകൊണ്ട് തന്നെ തുണിയിൽ നിന്ന് എനിക്ക് ബാക്കി കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ തുണി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഫുൾ കൈ വെച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഫ്രോക്ക് നൈറ്റിക്ക് അത് വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പം എനിക്കത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കൈ സാധാരണ നമ്മുടെ ചെറിയ കൈയായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കൈയും ഞാൻ അപ്പുറം ഇപ്പുറം അടിച്ചിട്ട് ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല ഡിസൈനായിരുന്നു. ബ്ലാക്ക് എനിക്ക് പൊതുവേ ഇഷ്ടമാണ്, പക്ഷേ കുറേ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് എടുക്കുമ്പോൾ കുറേ കൂടുതലായി തോന്നിയാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ വേറെ കളേഴ്സിലേക്ക് ഞാൻ പോവും. അങ്ങനെയാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അല്ലാണ്ട് ബ്ലാക്ക് മാത്രം എടുത്താൽ പിന്നെ വിനോദേട്ടനും പറയും, ഫുള്ള് ബ്ലാക്ക് ആയല്ലോ, എപ്പം ബ്ലാക്ക് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പരാതിയും പറയും. അപ്പോൾ ഞാനത് വിട്ടു ഗൈസ്, അത് വേണ്ടാന്ന് വെച്ചു. ബ്ലാക്ക് ഞാൻ നിർത്തി. കണ്ടില്ലേ, ഞാൻ അടിക്കുന്നതും ബ്ലാക്കാണ്, ഞാൻ ഇട്ടിട്ടുള്ളതും ബ്ലാക്കാണ്. ഇതുപോലെ സെയിം പിച്ച് ആവുന്ന സമയത്താണ് നമ്മൾ ബ്ലാക്ക് ഉപേക്ഷിക്കുന്നത് കേട്ടോ. പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടിക്കാൻ പഠിക്കുന്നത് വരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കഷ്ണം തുണികളൊക്കെ ആൻറ്റീൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് അടിക്കാനായിട്ട് കൊണ്ടുപോകും, ആക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പഠിച്ചതിന് ശേഷം ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മടിയാണ്, നല്ല മടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മുകളിൽ ഇരിക്കുമ്പം എന്തിനെങ്കിലും ഒന്നിന് വിളിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല, ദേഷ്യം വരും. അത് മാത്രമല്ല, എന്താ പറയുക, നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ അത് തീർക്കാതെ എനിക്ക് വേറെ ഒന്നിലേക്ക് കയറാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ഇപ്പം ചോറുണ്ണാൻ വിളിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ എണീക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പിന്നെ ഇപ്പം കുഞ്ഞ് സ്കൂളിൽ പോകുന്നത് കൊണ്ട് ടൈം കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ വർക്കിന് പോകേണ്ടതുകൊണ്ട് ഇതിൻ്റേതായ ഒരു ടൈം കിട്ടുന്നില്ല. സന്ധ്യക്കൊക്കെ വന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം പോയിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ടയേർഡായിരിക്കും. അങ്ങനെ നമുക്ക് അടിക്കാൻ പറ്റാറേ ഇല്ല, അങ്ങനെ നമ്മൾ അടിക്കാൻ ഇരിക്കലില്ല. പിന്നെ നമ്മളെ എന്താ പറയുക, മോട്ടർ അല്ലാത്തതുകൊണ്ട് കാല് വെച്ച് അടിക്കുമ്പോൾ നല്ല ബോഡി പെയിൻ ഉണ്ട്, അതായത് നടുവേന, പുറംവേന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. ഇത് അടിക്കാനിരുന്നിട്ട് തന്നെ എനിക്ക് കാലിൻ്റെ മസിൽ നല്ല വേദനയായിരുന്നു. കാരണം കുറേ നാളിന് ശേഷമാണ് മെഷീനിൽ കയറിയത്. ഇപ്പം മെഷീനിൽ ഓയിലൊന്നും കൊടുക്കാത്ത കുറേ നാളായി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് വേണം മെഷീനിൽ കയറാൻ. ഇപ്പം തന്നെ ഒരു ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്, അത് നിർത്തിയിട്ടാണ് ഞാനിത് കിട്ടിയപ്പോൾ. പുതിയ തുണി കിട്ടിയാൽ ഭയങ്കര ആവേശമാണ് കേട്ടോ, അതെങ്ങനെയെങ്കിലും ഒന്ന് അടിച്ച് തീർക്കണം എന്നുള്ളൊരു വിചാരമാണ്. പക്ഷേ ഇത് കിട്ടിയിട്ടും കുറച്ച് നാൾ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാൻ മെഷീൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേഗം ഇത് ഒരു ദിവസം കൊണ്ട്, എന്താ പറയുക, ഒരു 3-4 മണിക്കൂർ കൊണ്ട് എനിക്കിത് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട ശരിക്കും പറഞ്ഞതിന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് സ്പീഡായതിൻ്റെ മാറ്റമാണ് ഞാൻ പറയുന്നത്. അത്ര പോകുന്ന സമയം കൊണ്ട് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത്ര പോകുന്ന ലെങ്ത്തിൽ ഒരു പീസ് അടിയിൽ നമ്മുടെ ഇങ്ങനെ ഫ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ അടിക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചുരുക്കിട്ടിട്ട് ഞാനത് ചെയ്തു. അപ്പം അത് ഞാൻ വൃത്തിയിൽ കിട്ടുമോ എന്നൊക്കെ പേടിച്ചു കേട്ടോ. പക്ഷേ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്രോക്ക് നൈറ്റി അടിക്കുന്നത്. എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന 2 റെഡിമെയ്ഡായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഷേപ്പൊക്കെ ചെയ്ത് കട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഫുള്ള് ഞാൻ തന്നെ മുറിച്ച് ഞാൻ തന്നെ അടിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നല്ല ഇതിൽ തന്നെ നമ്മുടെ ചുരുക്കമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അടിച്ച് എടുത്തപ്പോൾ. പിന്നെ നമ്മൾ സൈഡിലേക്ക് കൂടി കറക്റ്റായിട്ട് പിന്നെ അളവ് മുറിച്ചെടുത്തത് കൊണ്ട് ഞാൻ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ ഞാൻ ഏറ്റവും തട്ടത്ത് കൂടിയാണ് അടിച്ചത്.
പിന്നെ സാധാരണ ഞാൻ 2 അടിവ് കൊടുക്കാറുണ്ട്. ഇത്തവണ ഞാൻ ഒറ്റൊരടിവേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ നൂല് ലാഭിക്കുക പിന്നെ വേഗം അടിച്ചെടുക്കുക എന്നതിൻ്റെ ധൃതി ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒറ്റൊരു അടിവ് മാത്രം കൊടുത്തത് കേട്ടോ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അടിക്കുമ്പോൾ 2 അടിവ് തന്നെ കൊടുത്തോട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പം നൂല് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നമുക്ക് സാധാരണ നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കുന്ന നൈറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിവിലാണ് കിട്ടുക. ഞാൻ അവരെയും കൂടെ കണ്ടിട്ടാണ് കേട്ടോ ഇത് പഠിച്ചത്. സത്യം പറഞ്ഞാൽ അവർ ഒറ്റയടിവിലല്ല അടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത് നമ്മൾ എത്ര നാൾ ഇടുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇത് വളരെ ചുരുക്കി അടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഷേപ്പ് കൊടുത്ത് അടിച്ചിട്ടുണ്ട് താഴെ വരെ, ഇപ്പുറത്തെ സൈഡും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റത്തെ മറ്റേ നമ്മൾ ചുരുക്കൊക്കെ ഇട്ട് അടിച്ചതിന് ശേഷം നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മളത് അതിൻ്റെ അളവൊക്കെ നോക്കണം കറക്റ്റാണോ ഉള്ളത് എന്നൊക്കെ. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ല. പക്ഷേ അടിച്ചു വന്നപ്പോൾ കറക്റ്റായിരുന്നു ഗൈസ്. ഞാനൊരു വലിയ പേരെടുത്ത ടൈലറൊന്നുമല്ല എങ്കിൽ പോലും എനിക്കത് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം മെഷർമെൻറ്റൊക്കെ എൻ്റെ കറക്റ്റായിരുന്നു. അടിവും പാളിപ്പോയൊന്നുമില്ല. അപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കാം അല്ലേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ചതാണ്. നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വലിയ ടൈലറൊന്നുമല്ല. പക്ഷേ ഞാൻ ഏകദേശം എൻ്റെ മെഷർമെൻറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്രോക്ക് നൈറ്റി അടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ളൊരു ലുക്കും കൂടെ കാണിച്ചു തരാം. നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. വയറിൻ്റെ നമ്മുടെ ആ ഷേപ്പ് വരുന്ന ഭാഗത്ത് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കാനുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മൾ വീഡിയോ എടുത്തതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം ഷേപ്പാക്കിയതിന് ശേഷം വീഡിയോ എടുക്കാൻ നിന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതേ നമ്മുടെ കഴുത്തിൻ്റെ അടുത്തൊക്കെ കണ്ടാൽ അടിച്ചതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.